ജോബി, വെൽക്കം ബാക്ക് ടു സോർ ആൻഡ് സ്പൈസി. അപ്പോൾ സോർ ആൻഡ് സ്പൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അങ്കമാലിക്കാരുടെ എന്താ പറയുക ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്. സദ്യകൾക്കും അതിൻ്റെ ഫങ്ഷൻസിനൊക്കെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി മാങ്ങാക്കറി. ഇത് വളരെ എന്താ പറയുക കാലങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് അങ്കമാലിക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭവമാണ്. ഇതില്ലാതെ ഞങ്ങൾ പരിപാടികളൊന്നും തന്നെ ചെയ്യാറില്ല. ഇതില്ലാതെ പരിപാടികളൊന്നും തന്നെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാനിന്നത് വീട്ടിൽ ചെറിയ രീതിയിൽ ഉണ്ടാക്കുകയാണ്. കല്യാണങ്ങൾക്കൊക്കെ തലേദിവസം ആൾക്കാരൊക്കെ വന്നിട്ട് വലിയ ഒരു ബൾക്ക് എമൗണ്ടാണ് ഉണ്ടാക്കുന്നത്, ഒരു വലിയ വാർപ്പിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനത് വീട്ടിൽ എങ്ങനെ ചെയ്യണമെന്ന് ചെറുതായിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ see you on next video. Bye bye. അപ്പോൾ അങ്കമാലി മാങ്ങക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ 2 മീഡിയം സൈസ് മാങ്ങ ഇതേപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം പുളിയുള്ള നല്ല മൂത്ത മാങ്ങയാണ് കേട്ടോ. പിന്നെ ഞാനൊരു 2 മീഡിയം സൈസ് സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 15 ചെറിയ ഉള്ളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ ഒരു 8 എണ്ണം ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞതുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ അല്ല, നമ്മുടെ സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു 5 ചെറിയുള്ളി ഞാൻ ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വറ്റൽമുളക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. കറിവേപ്പില നമുക്ക് അത്യാവശ്യം കൂടുതൽ തന്നെ വേണം. നമുക്ക് അത്യാവശ്യം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഞാനൊരു 5-6 ഇതിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ്. നിങ്ങൾക്ക് ചൊറുക്ക് കിട്ടുമെങ്കിൽ ചൊറുക്ക് ചേർക്കാം. ശരിക്കും അങ്കമാലിയിലെ തലേന്നത്തൊക്കെ കറികളിൽ ചേർക്കുന്നത് ചൊറുക്കാണ്. അപ്പോൾ ചൊറുക്ക് കിട്ടുമെങ്കിൽ ചൊറുക്ക് ചേർക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വിനാഗിരിയാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1-ാം പാൽ ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. 2-ാം പാൽ ഒരു 3.25 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ നന്നായിട്ട് കറിയിലോട്ട് ചേർക്കുന്നുണ്ട്, എങ്കിലാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മാങ്ങക്കറി റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങക്കറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. പിന്നെ ഒരു 1.5 ടീസ്പൂൺ വിനാഗിരി. ഇതിന് നന്നായിട്ട് കൈക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റെങ്കിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മുടെ ഉപ്പും വിനാഗിരിയും ഒക്കെ മാങ്ങയിലോട്ട് നന്നായിട്ട് പിടിച്ചോളും. ഓക്കെ, അപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേഷന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സവോളയും ഉള്ളിയും ഈ പൊടികളും ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ആ മൺചട്ടി തന്നെയാണ് നമ്മൾ ഇനിയുള്ള സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഇതേ സവോള ഇട്ട് കൊടുക്കുകയാണ്. എടുത്ത് വെച്ചിരിക്കുന്ന സവോള മുഴുവൻ ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ, അത്യാവശ്യം നല്ലതായിട്ട് വേണം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പൊടികളാണ്. അപ്പം ഞാൻ ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്.
ഇതിനകത്തോടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യാണ്. നമുക്ക് കൂടെ തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയും നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഞെരടി ഈ സവാളയുടെ നീരൊക്കെ ഇതിനകത്തോട്ട് ഇറങ്ങും. നല്ല കട്ടിയായിട്ടിരിക്കുന്ന സവാള നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പം തന്നെ കണ്ടോ, എൻ്റെ സർവ്വശക്തി എടുത്താണ് ഞാൻ ഞെരടണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഞെരടി സവോളയും മസാലയൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോടെ 2-ാം പാൽ എടുത്തു വെച്ചിരിക്കുന്നത് ഒരല്പം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാലൻസ് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാൽ കൂടെ ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി ഇപ്പം തന്നെ നല്ല മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഓൾറെഡി മാങ്ങയിൽ ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് തേങ്ങാപ്പാലിനുള്ള ഉപ്പ് മാത്രമാണ്. അപ്പോൾ ഉപ്പ് തേങ്ങാപ്പാലിന് കുറവാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി നമുക്ക് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയും മാങ്ങയും ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് അടപ്പത്ത് വെച്ച് വേവിച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന പരിപാടിയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കാച്ചിടണം. അത്രയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാങ്കറി റെഡിയായി. ഇനി നമുക്കിത് അടപ്പത്ത് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ കറി റെഡിയാക്കാൻ വേണ്ടി ഞാനിത് അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. നമ്മുടെ മാങ്ങ കറക്റ്റ് വേവായിട്ട് വന്നോളും. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഞാൻ മൂടി വയ്ക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മാങ്ങയുടെ വേവ് നോക്കാം. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു തള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം തന്നെ തള വരും. നമ്മുടെ മൺചട്ടിക്ക് നല്ല ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തള വരും. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് തള വന്നു തുടങ്ങി. നമുക്കിപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അധികം വേവേണ്ട ആവശ്യമില്ല. മൺചട്ടിക്ക് ഓൾറെഡി നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ വേവ് മതി. എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചട്ടി മാറ്റിയിട്ട് വേറൊരു പാൻ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മാങ്കറിയിലോട്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി മാറ്റിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് മൂത്ത് വന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് മാങ്ങക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്തെടുത്തത് ഇനി നമ്മൾ ഇതിൻ്റെ മാങ്ങക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എടാ അപ്പം നമ്മുടെ അടിപൊളി മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറണം. ചൂടാകുമ്പോൾ കറി നന്നായിട്ട് സെറ്റാവും. കുറച്ചും കൂടി എന്താ പറയുക തിക്കാവും. നമ്മുടെ മാങ്ങയമ ഇതൊക്കെ പിടിച്ച് നല്ല അടിപൊളി ചാറാവും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെച്ചാലാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് മനസ്സിലാവുക. അപ്പോൾ ഇപ്പം തന്നെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ചൂടാറാൻ കുറച്ചൊന്ന് വെക്കണം. അപ്പം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ചൂടാറി കഴിഞ്ഞിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുക. അപ്പം നമുക്കിനി വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ബൈ ബൈ.